ADGP-മാരായ ജേക്കബ് തോമസ്, അരുൺകുമാർ സിൻഹ, ലോക്നാഥ് ബെഹ്റ, ഋഷിരാജ് സിംഗ് എന്നിവർക്ക് DGP ഗ്രേഡ് നൽകാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. നിലവിൽ ബാർ കോഴ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ADGP ജേക്കബ് തോമസിന് മാർച്ച് 31-നാണ് DGP റാങ്കിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കേണ്ടത്. ബാർ കോഴ കേസ് കത്തിനിൽക്കെ ജേക്കബ് തോമസിനെ DGP പദവിയിലേക്ക് ഉയർത്തുന്നത് അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമാണെന്ന വ്യാഖ്യാനമുയർന്നു. കേസിൽ KM മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നതിലും കടുത്ത നിഷ്കർഷത പുലർത്തുന്ന ഉദ്യോഗസ്ഥനായാണ് ജേക്കബ് തോമസ് അറിയപ്പെടുന്നത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് സർക്കാർ തീരുമാനമെന്ന് ബിജു രമേശ് ആരോപിച്ചു. കേസിനെ പിന്നെ രണ്ടാമതവർക്ക് ഊരിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് കൊണ്ടായിരിക്കാം അഡീഷണൽ DGP-യെ അടിയന്തരമായി തന്നെ ക്യാബിനറ്റ് കൂടി മാർച്ച് 31-ാം തീയതി പ്രൊമോഷൻ ആവേണ്ട അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് 4 പേരായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഒരു 4 പേരെ കൂടി ചേർത്ത് പ്രൊമോട്ട് ചെയ്ത് ഒരു വന്നത് ക്യാബിനറ്റ്. അപ്പോൾ നമ്മളിതൊക്കെ സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അട്ടിമറിക്കലും ഇതൊക്കെ പണ്ടൊക്കെ സിനിമയിലൂടെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ DGP ഗ്രേഡിലേക്ക് ഉയർത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. അതിനുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പാനൽ സ്ക്രീനിംഗ് കമ്മിറ്റി പാനൽ വന്നപ്പോൾ അത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. അത് വെറും സാധാരണ നടപടിയാണ്. അതിന് പ്രമോഷൻ കിട്ടുന്നത് ആ ടേൺ അനുസരിച്ച് വരുമ്പം മാത്രമാണ്. DGP ഗ്രേഡിലേക്ക് ഉയർത്തിയാലും ജേക്കബ് തോമസിന് സ്ഥാനചലനം ഉണ്ടാകില്ല. ഇവർക്ക് ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതൊരു എലിജിബിലിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. DGP തസ്തികയിൽ ഒഴിവ് വരുമ്പോൾ മാത്രമേ നിയമനം നടക്കൂ എന്ന് ആഭ്യന്തരമന്ത്രിയും വിശദീകരിച്ചു. ബാർ കോഴ കേസിൽ അന്വേഷണ മേൽനോട്ടം വിജിലൻസ് ഡയറക്ടർക്കാണെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.